അപ്പൊ താങ്ക് യു. ഇനി അതിലായിരിക്കും ഞങ്ങൾ ഒന്നിക്കാൻ പോകുന്നത്. ഞാനുണ്ടോ തന്നെ എനിക്കറിയില്ല. സ്ക്രീനിങ് കണ്ടപ്പോൾ ആക്ച്വലി ഇത് വെബ് സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ ഷോ ആണ് ഇപ്പോൾ നടന്ന 2 എപ്പിസോഡ് കാണിച്ചുള്ളൂ. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡിലൊന്ന് കഥ കയറാനെടുത്തു. 2ാമത്തെ എപ്പിസോഡ് എല്ലാവരും ഇരുന്ന് ചിരിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. മൂന്നാമത്തെ 4ാമത്തെ ഒക്കെ അടിപൊളിയായിരിക്കും. കാരണം ഇപ്പോൾ ഇത് കണ്ടതിൽ കൂടുതൽ അതേപോലെ തന്നെ ചിരിക്കാനുണ്ട്. ശ്വേത ചേച്ചിയുടെ ഭാഗം, കനികുസൃതിയുടെ ഭാഗം, നിരഞ്ജനയുടെ എല്ലാം ചിരിക്കാനുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ സിനിമയിലെ പോലെയും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ഈ സീരീസിലും കാണാൻ കഴിഞ്ഞത്. എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അല്ല, എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സീരിയസ് സിനിമ അങ്ങനത്തെ ഒരു വ്യത്യാസമില്ല. എനിക്ക് വരുന്നതിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ വെബ് സീരീസിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നു. സീരീസുകൾ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ? കോമഡി എനിക്ക് അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ താല്പര്യമുണ്ട്. കുറച്ചും കൂടെ എനിക്ക് ടഫായിട്ടും ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്നത് ഹ്യൂമർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തിരി ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത്തിരി കഷ്ടപ്പെട്ട് ചെയ്തതാണ്. കാണുമ്പോൾ ഭയങ്കര ചിരിച്ചു വിടുമെങ്കിലും നമുക്ക് കുറച്ച് അധ്വാനം കൂടുതലാണ് ഹ്യൂമർ ചെയ്യുമ്പോൾ. ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും സെക്കൻഡ് എപ്പിസോഡ് ഭയങ്കരമായിട്ടിരുന്ന് ചിരിച്ചത്. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും ചിരിക്കും, എല്ലാ മൊമെന്റിനും എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, അപ്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ആഫ്റ്റർ കുമ്പളങ്ങി കുമ്പളങ്ങിയിൽ ഒരു സീൻ എനിക്ക് അങ്ങനെ ഒരു അപ്ലോസ് കിട്ടിയായിരുന്നു. അതെനിക്ക് ആക്ച്വലി വെബ് സീരീസിന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ പ്രതീക്ഷയല്ല. പക്ഷെ അത് കിട്ടിയപ്പം ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. ഇതിൻ്റെ 3rd-ഉം 4th-ഉം ഒക്കെ എങ്ങനെയായിരിക്കും? അതെല്ലാം ഓരോ ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഓരോ ആക്ടേഴ്സാണ് ഫീമെയിൽ വരുന്നത്. അപ്പം അത് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇച്ചിരിയല്ലേ ഉള്ളൂ. കുറച്ചും കൂടെ ഉണ്ടാവണേന്ന് ഞാൻ എപ്പോഴും നിതിജനോട് പറയും. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും ഈ ക്യാരക്ടർ ഏറ്റെടുക്കും എന്ന് വിശ്വാസമുണ്ടോ? പ്രതീക്ഷിക്കുന്നു. അടുത്ത സിനിമയിലും ഇതുപോലെ കോമഡി ക്യാരക്ടേഴ്സ്? നുണക്കുഴി വരുന്നുണ്ട് ജിത്തു ജോസഫ് സാറിൻ്റെ, ബേസിലും ഞാനുമായിട്ട്. അതിലും ഹ്യൂമർ ടച്ച് ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അതല്ലാതെ സീരിയസ് കുറച്ച് വരുന്നുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് തന്നെ വരുന്നുണ്ട്. ഹ്യൂമർ എന്തോ ഒരു ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഹ്യൂമറായിട്ട് തന്നെ മുന്നോട്ട് പോയാലോ? ഇല്ല, അങ്ങനെയല്ല. മലയാളി പ്രേക്ഷകരെല്ലാം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ട് തരാറുണ്ട്. അപ്പം എല്ലാം ചെയ്യാൻ താല്പര്യമാണ്. സിനിമ എങ്ങനെയുണ്ട്? ഗംഭീരം. എനിക്ക് തോന്നുന്നു നേരിന് ശേഷം ഞാൻ ചെയ്ത അടുത്ത റിലീസാകുമ്പോൾ എൻ്റെ ഒരു സിനിമയാണ്, വെബ് സീരീസാണ് നാഗേന്ദ്രൻ സണിമോൺ. അപ്പോൾ ഇതിൽ 5th എപ്പിസോഡാണ് ഞാൻ ചെയ്തേക്കണത്. ആദ്യമായിട്ട് കോമഡി. ഇപ്പം നേരെ ഒരു വില്ലൻ ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ഒരു ത്രൂ ഔട്ട് കോമഡി, ഒരു ഗ്രാമീണനായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അത് 5ാമത്തെ എപ്പിസോഡിൽ കനികുസൃതിയും കനിച്ചേച്ചിയുടെ കൂടെയാണ്. കനിച്ചേച്ചി, സുരാജേട്ടനും അലക്സേട്ടനും പിന്നെ നമ്മുടെ ഒരു കുറച്ച് ഗ്യാങ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 2 എപ്പിസോഡ് ഇവിടെ കാണിച്ചുള്ളൂ. പക്ഷേ സുരാജേട്ടൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര നല്ലൊരു സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ അവിടെ സുരാജിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നേര് സംഭവിച്ചത്. അവിടെ സുരാജിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴായിരുന്നു ജിത്തു സാർ എന്നെ വിളിക്കുന്നതും. ജിത്തു സാർ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സുരാജിൻ്റെ അടുത്താണ് ആദ്യം പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്നോട്ട് തുടങ്ങി ഒരു ബ്രദർലി ഹുഡ്, അദ്ദേഹം തരുന്ന ഒരു കെയറും ഒരു സപ്പോർട്ടും ഭയങ്കരമാണ്. അപ്പോൾ നേരെ ഇറങ്ങിയതിന് ശേഷവും അദ്ദേഹം സിനിമ കാണാൻ അദ്ദേഹത്തിന് പറ്റില്ല. പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു, എന്നെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം സുരാജേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഓഫ് കോമഡി. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളോട് തന്നെ സിനിമ അല്ല, സീരീസ് ആണ്. സീരീസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിട്ട്. ഞാനിതിലൊരു ചെറിയ പരിപാടി ചെയ്തേക്കണം. ഇവരൊക്കെയാണ് ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് അടുത്ത എപ്പിസോഡിലാണ് ശ്യാം വരാൻ പോകുന്നത്. 2 എപ്പിസോഡിൽ നമ്മളിപ്പോൾ കണ്ടത്. 3rd എപ്പിസോഡിലാണ് ശ്യാം വരുന്നത്. ഞാനിതിന്റെ ശ്യാം ഇല്ലാത്ത എപ്പിസോഡിൽ കണ്ടതിന്റെ എക്സ്പീരിയൻസ് ശ്യാം ഷെയർ ചെയ്യണം. അതെ, ഞാനിതിന്റെ വേറെ ഒരു ഔട്ടും ഒന്നും ഇതുവരെ കണ്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ട്രെയിലർ കണ്ടതിന് ശേഷം. കറക്റ്റ്. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഇതിന്റെ ഒരു ഔട്ട് കാണുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല രസമായിരുന്നു. ഞാൻ ആക്ച്വലി എന്നെ ഇതിൽ വിളിച്ച സമയത്ത് നിതിൻ രഞ്ജിത്ത് പണിക്കർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അവിടെ ചെന്നപ്പോഴാണ് കോമഡിയാണ് എന്ന് മനസ്സിലായത്. പിന്നെ ഇവരുടെ ലുക്കും സുരാജേട്ടൻ ലുക്കും ഒക്കെ കണ്ടപ്പോൾ ആദ്യത്തെ 2 എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അല്ലേ? താങ്ക് യു. എനിക്ക് അതിനുവേണ്ടി ഒന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഓരോ പ്രോജക്റ്റിലും ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഓരോ പ്രോജക്റ്റിലും ഞാൻ ലൊക്കേഷനിൽ ചെല്ലുന്ന അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും അതിൽ അഭിനയിക്കുക. വലിയ ചേഞ്ചസ് ഒന്നും വരാറില്ല. മീശ മാത്രം ഇറക്കി വെച്ചോളൂ. പക്ഷെ എങ്ങനെയോ അതും ക്യാരക്ടറായിട്ടൊക്കെ ഭയങ്കര ബ്ലെൻഡായിട്ട് എല്ലാ പ്രാവശ്യവും അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട്. അപ്പോൾ അത് ഒട്ടും മീൻസ് ലുക്കും എല്ലാം ഡിമാൻഡ് ചെയ്യുന്ന പടങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ റോണക്സ് ആണ് ഇതിൻ്റെ മേക്കപ്പ്. റോണക്സിൻ്റെ ആയിട്ടുള്ള പൊടിക്കൈകൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഏതായാലും
എന്തോ എനിക്കും കണ്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഞാനൊരിക്കലും ഈ മുടിയെല്ലാം പോയതുകൊണ്ട് പീരീഡ് പരിപാടികൾ വിഗില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് കാലഘട്ടത്തിൽ ബ്ലെൻഡായി പോകുന്ന പോലെയൊക്കെ തോന്നി. മീശ വെച്ചിട്ടുള്ള കളികളേ ഉള്ളൂ, മുടി വെച്ചിട്ടുള്ള പരിപാടികളില്ല. പ്രശ്നമല്ലല്ലോ, എങ്ങനെയാണോ അങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇത് വളരെ ഈ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള സീരീസുകളുടെ ജോണറോ ആ രീതികളോ അല്ല ഇതിന്. ഇത് വളരെ പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ കണ്ടിരുന്നു പോയി അതിനകത്തെ രസങ്ങളൊക്കെ ഇങ്ങനെ. അതുപോലെ ഇതിൽ ക്യാമറാമാൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്, ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളായിരുന്നു. അത് പിന്നെ നമ്മൾ കൂടുതലും മൊബൈലിലും ചെറിയ സ്ക്രീനിലും അല്ലേ കാണുന്നത്. അപ്പോൾ ക്ലോസപ്പ് ഷോട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം ഒത്തിരി വൈഡിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് കിട്ടത്തില്ല. പിന്നെ ഇത്ര ചെറിയ സ്ക്രീനിലാണല്ലോ ഇനി എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലോസപ്പ് ഷോട്ടുകൾക്കും ഓവർ ദ ഷോൾഡർ ഷോട്ടുകൾക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിതിൻ അങ്ങനെ തന്നെയാണ് അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ പ്ലാൻഡായിട്ട് ഷൂട്ട് ചെയ്ത് തീർത്താണ്. നേരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ചെയ്ത് തീർക്കുന്നതൊക്കെ. നമ്മുടെ ക്യാമറമാൻ നിഖിലസ് പ്രവീൺ 2 പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ക്യാമറമാനാണ്. അതിൻ്റെ ഗുണം ഡെഫിനറ്റ്ലി അതിൻ്റെ വിഷ്വൽസിനുണ്ടാവും. വരാൻ പോകുന്ന സിനിമകൾ ജോജു ഡയറക്റ്റ് ചെയ്ത പണിയിലുണ്ട്. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനും ജഗദീഷ് ചേട്ടനും ഞാനും ഒക്കെ ഉള്ള ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ ഫിലിം ഡയറക്റ്റ് ചെയ്ത ഫഹദും ഉത്സവം ചേർന്ന് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിറവത്ത് അതിൻ്റെ ഷൂട്ട് നടക്കുന്നു. ഇവിടെ നേരെ അങ്ങോട്ട് പോവാണ്. ലൊക്കേഷനിൽ നിന്ന് തിയേറ്ററിലോട്ട് വീണ്ടും തിരിച്ച് ആ ലൊക്കേഷനിലോട്ട്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രൊമാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ്. അർജുൻ അശോകൻ, മാത്യു ഒക്കെ ആയിട്ടുള്ള ഒരു ഫിലിം. ഞങ്ങൾ നേരത്തെ ഇപ്പോൾ ഒരു ഫിലിം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ED എന്ന് പറഞ്ഞിട്ട് സുരാജേട്ടൻ ഫിലിമിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ, സുരാജേട്ടൻ, ഗ്രേസും ഉണ്ടായിരുന്നു. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? യങ്സ്റ്റേഴ്സ് എന്നൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. എന്താണ് നിനക്ക് യങ്സ്റ്റർ എന്ന് പറയുമ്പോൾ? യങ്സ്റ്ററാണ് 35 യങ്സ്റ്റർ അല്ലേ? പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പത്രത്തിൽ വാർത്തകൾ വായിക്കുമ്പോഴേ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു, സുരേഷ് 45 വയസ്സ് എന്ന് കാണുമ്പോൾ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, 45 വയസ്സൊക്കെ യുവാവ്. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോഴാണ് യവനം തുടങ്ങുന്നത് തന്നെ. എല്ലാ കാലത്തും ആൾക്കാരുടെ പീക്ക് ടൈം തന്നെ. വിക്രത്തിന്റെ സേതു വരുന്നത് ആഫ്റ്റർ 40s ആണ്. പക്ഷെ നിങ്ങളൊക്കെ കൗമാരത്തിലും ബാല്യത്തിലുമാണ്, ഞങ്ങളാണ് യവനത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. നിങ്ങൾക്ക് സോമന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ പറയണം, വിവാഹം നടത്തി തരുന്നതായിരിക്കും. എനിക്കും വേണം ഒരു കല്യാണം. ഏറ്റവും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അലക്സാണ്ടർ ചേട്ടൻ ചെയ്തത്. കാരണം നമ്മുടെ എപ്പിസോഡിൽ മാത്രമേ എനിക്കറിയുള്ളൂ, ഞങ്ങളുടെ 5ാമത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്നത്. കാരണം എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു പ്ലേ ചെയ്തിട്ടില്ല. എല്ലാം കണക്ട് ചെയ്ത് പോകുന്നത് അലക്സാണ്ടനിലൂടെയാണ്. സുരാജ് ചേട്ടൻ്റെ എല്ലാ ഒപ്പിക്കലും ചേട്ടനാണ് ഒപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ത്രെഡ് കൊണ്ടുപോകുന്നൊരു കുഴിയിൽ കൊണ്ടെത്തിക്കുന്ന അത് ആൾക്കാർ കാണണ്ട. പക്ഷേ വളരെ ഗംഭീരമായിട്ട് അജിച്ചേട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെയധികം ചെയ്ത് വലിപ്പിച്ച റോൾസ് ഉണ്ട്. പക്ഷെ ഇത് വേറെ ലെവലിലാണ് ചേട്ടൻ അത് പെർഫോം ചെയ്തേക്കുന്നത്. ശങ്കർ ഇന്ദുചൂടൻ എങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഭയങ്കര സന്തോഷം ചേട്ടനോട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചു ഈ സിനിമയിൽ. വളരെയധികം സന്തോഷം. നേരിലെ വില്ലൻ്റെ ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷം. അപ്പോൾ താങ്ക് യു. ഇനി അതിലായിരിക്കും ഞങ്ങൾ ഒന്നിക്കാൻ പോകുന്നത്. ഞാനുണ്ടോ തന്നെ എനിക്കറിയില്ല. നീ ഇല്ലെങ്കിലും എന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കണം. അടുത്ത വർഷം ആവും എന്തായാലും. അറിയില്ല, ഗിരീഷിനോടും കിരണിനോടും തന്നെ ചോദിക്കണം. എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അയ്യോ അരുത്. സീരീസ് അടിപൊളിയാണ്. കേക്ക്. വിഷയത്തിൽ നമ്മൾ മാറിപ്പോകുന്നു. ഓക്കെ, താങ്ക് യു. സിനിമയല്ല, വെബ് സീരീസ്. എന്തായാലും സിനിമ പോലെ തോന്നുന്ന ഒരു വെബ് സീരീസ് അത് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും. ഒരുപാട് ആസ്വദിച്ചു. നിതിൻ രഞ്ജി പണിക്കരുടെ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ അറ്റംപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ രസകരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രൂവിലെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, നമ്മളൊരു കുടുംബം പോലെയുള്ള സുഹൃത്തുക്കളാണ്. പക്ഷേ അവരുടെയും ഏറ്റവും അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും
ക്രിട്ടിക്ക് ചെയ്യുന്നതാണ് എല്ലാവരെയും. അതിൽ തന്നെ അവരെല്ലാവരെയും ഏറ്റവും മികച്ച ഔട്ട്പുട്ട്സ് ഇതിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം രഞ്ജിൻ്റെ RR ആണെങ്കിലും നിഖിലിൻ്റെ ക്യാമറ ആണെങ്കിലും നിസാർ കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം തന്നെ അവരുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു സീരീസിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിൽ ഓരോ കാര്യങ്ങൾ എടുത്തു പറയേണ്ട തന്നെയാണല്ലേ? അതെ അതെ, എല്ലാം കൂടി ചേർന്ന് ഏറ്റവും നല്ല രസകരമായിട്ടുള്ളൊരു സീരീസായിട്ട് വന്നിട്ടുണ്ടെന്ന് സന്തോഷമുണ്ട്. സുരാജേട്ടൻ പിന്നെ പറയണ്ടല്ലോ, ഔട്ട് ആൻഡ് ഔട്ട് നാഗേന്ദ്രനായിട്ട് ജീവിക്കുകയാണ്. അതേപോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സും ഇപ്പം ആൽഫി ആണെങ്കിലും ഗ്രേസ് ആണെങ്കിലും എല്ലാം നന്നായി തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം വെയിറ്റിംഗ് ആണ്, ഞാൻ കണ്ടിട്ടില്ല, ബാക്കിയൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ബാക്കിയുള്ള കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ടാണ് കയറുന്നത്. രണ്ട് മൂഡിൽ നിൽക്കുന്ന എപ്പിസോഡ്സാണ്. ഫസ്റ്റ് കുറച്ച് സ്ലോ പേസ്ഡ് ആണ്, സെക്കൻഡ് ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണാണ്. പക്ഷേ ഇപ്പം ഇത് സീരീസ് കാണാനിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് കണ്ടു തന്നെ നമ്മൾ സെക്കൻഡിലേക്ക് കയറുക എന്നുള്ളതാണ്. പക്ഷേ ആ സ്ലോ പേസിനൊരു സൗന്ദര്യമുണ്ട്. സെക്കൻഡിലേക്ക് വരുമ്പോൾ ആ ഒരു ചേഞ്ച് ഓവർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഇത് തന്നെ കണ്ട് സെക്കൻഡിലേക്ക് കയറുക എന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. 2 എപ്പിസോഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ സെക്കൻഡ് എപ്പിസോഡിൽ ലില്ലിക്കുട്ടി കുറച്ചധികം ഇഷ്ടപ്പെട്ടു, കുറേ ചിരിച്ചു. എന്നാലൊരു ഭയങ്കര മറ്റേ ഔട്ട് ആൻഡ് ഔട്ട് മറ്റേ ടിപ്പിക്കൽ ഹ്യൂമർ സിനിമകളോ തമാശ സിനിമ പോലെയല്ല, ഒരു വേറൊരു പേസിൽ പോകുന്ന എന്നാൽ ഭയങ്കര നമുക്കൊരു എലമെൻറ്റുള്ള ഭയങ്കര അതും എല്ലാം ഭയങ്കര ഒരു നാച്ചുറലായിട്ട് വരുന്നതാണ്. അതായത് തമാശയ്ക്ക് വേണ്ടിയുള്ള തമാശകൾ ഒന്നുമില്ല, ഭയങ്കര സിറ്റുവേഷനിലാണ് കാണുന്നത്. എനിക്കതിൻ്റെ ജഡ്ജ്മെൻറ്റ് ടോട്ടലി പോയിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ കണ്ട ആൾക്കാരുടെ റെസ്പോൺസിൽ നിന്നാണ് ഇതിപ്പോൾ വർക്കായില്ലെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെൻ്റൊക്കെ എപ്പോഴോ പോയതാണ്. ഓരോ എപ്പിസോഡും ഓരോ മൂഡിലായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് പോലെ ആയിരുന്നല്ലോ സെക്കൻഡ്, അതുപോലെ ആയിരിക്കില്ല തേർഡ്, അതുപോലെ അല്ല ഫോർത്ത്, അതുപോലെ അല്ല ഫിഫ്ത്ത്. ഓരോന്നും ഓരോ ടെറൈനും ഓരോ കഥകളും ഓരോ ഫീമെയിൽ ലീഡ്സും ഒക്കെയുള്ളൊരു പരിപാടിയായിരിക്കും. ഇപ്പോൾ ഒരു വിഷയം നടന്നല്ലോ, ആസിഫിക്കയുടെ അവാർഡ് നിരസിച്ചു. അതെ അതെ, അമ്മ സംഘടന പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ? അല്ല, ആസിഫിന് സംസ്കാരം ഉള്ളതുകൊണ്ട് അവനത് കൃത്യമായിട്ട് ഡീൽ ചെയ്തു. അവൻ അതിനുള്ളൊരു പക്വത ഉള്ളതുകൊണ്ട് അവനത് സംസ്കാരശൂന്യനാവാതെ വൃത്തിക്ക് അവൻ ഡീൽ ചെയ്തു എന്നുള്ളതാണ്. അത് ചെയ്ത് തെറ്റായിപ്പോയി. അത് സംഘാടകരും ശ്രദ്ധിക്കണമായിരുന്നു. എന്തായാലും അത് അൺഫോർച്ചുനേറ്റ് എന്ന് പറയില്ല. പിന്നെ അവന് സംസ്കാരം ഉള്ളതുകൊണ്ട് അവൻ വൃത്തിയായിട്ട് ഡീൽ ചെയ്തു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല.